الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടികർത്താവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടു തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജന്മദിനം കഴിക്കൽ ഇസ്ലാമിൽ പുതിയ ആചാരമാണെന്നും അത് ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആർക്കും പരിചയമില്ലാത്തതാണ് എന്നും സ്വഹാബത്തോ താബിയുകളോ തബഉ താബിയങ്ങളോ മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ ആരും തന്നെ ചെയ്യാത്ത ഒരു പുതിയ ദീനിലേക്ക് കടന്നു വന്ന ആചാരമാണ് എന്നും അത് തുടങ്ങി വച്ചത് മഹാനായ മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ
ഇമാം താജുദ്ദീൻ ഫാക്കിഹാനി റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ അഹദസുഹൽ ബത്താലൂന വശഹുവതു നഫ്സിൻ യഗ്തനി ബിഹൽ അക്കാലൂൻ, അതായത് ബാത്തിലിൻ്റെ ആളുകളും തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയ ആളുകളാണ് അത് തുടങ്ങിയത് എന്നും യഗ്തനി ബിഹൽ അക്കാലൂൻ, അത് പിന്നീട് ഏറ്റെടുത്തത് തീറ്റക്കൊതിയന്മാരായ ആളുകളാണ് എന്നും അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഇത്തരം നൂതനമായ ആചാരങ്ങൾ, അതിൽ നിന്നെല്ലാം വിശ്വാസികൾ വിട്ടുനിൽക്കണം. കാരണം വിശ്വാസികൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെയും പേടിയുള്ളവരാണ്, അള്ളാഹുവിനെ തഖ്വയുള്ളവരാണ്. കൃത്യമായി ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അങ്ങനെയുള്ളവരായിരിക്കണം മുഅ്മിനീങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നു എന്നതൊന്നും നമുക്ക് ദീനാവുകയില്ല. ദീനിൽ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ ദീനാവുകയുള്ളൂ. അത് മാത്രമേ നമുക്ക് ആചരിക്കാൻ പാടുള്ളൂ. നമുക്കറിയാമല്ലോ, ഇസ്ലാമിൽ ആരോട് ചോദിച്ചാലും പറയും ഇസ്ലാമിൽ എത്ര ആഘോഷമാണുള്ളത്? 3 2 ആണോ പറയുന്നത്? 2 ആഘോഷമേ ഇസ്ലാമിലുള്ളൂ. എന്നാൽ പിന്നീട് കടന്നു വന്ന ഈ നബിയുടെ പേരിലുള്ള ജന്മദിനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പെരുന്നാളിനേക്കാളും വലിയ ഇതാണ് നമ്മുടെ ജന്മദിനം എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞ് തട്ടിവിടുകയാണ്. ലൈലത്തുൽ ഖദറിനേക്കാൾ ഞങ്ങൾക്ക് മഹത്തരമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ലൈലത്തുൽ ഖദറിനേക്കാൾ. ഇത് ആര് പറഞ്ഞു? ഖുർആനിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. നമ്മൾ അറിയാവുന്നവരാണ്, നമുക്ക് അതിൻ്റെ അർത്ഥവും അറിയാം. ഏറ്റവും 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണത് എന്ന് പരിചയപ്പെടുത്തിയ ആ ലൈലത്തുൽ ഖദർ. എന്നാൽ ഇവിടെ പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഖുർആൻ പറയാത്ത, പഠിപ്പിക്കാത്ത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഇത്തരം കാര്യങ്ങൾ, അത് ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആര് എന്തു വന്ന് വിളിച്ചു കൂവിയാൽ നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാകാൻ പാടില്ല. നമ്മുടെ കൗമ് കുറച്ച് ഒരു ആവറേജ് ബുദ്ധിയെങ്കിലും നമ്മൾ ഈ കാര്യത്തിൽ ഉണ്ടാവണം. നമ്മുടെ സമുദായത്തിൽ ഉത്തമ നൂറ്റാണ്ടുകാർ ആർക്കും പരിചയമില്ലാത്ത ഒരു ആചാരം ഇത് കടന്നു വരുമ്പോൾ ഇതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയണം. അവരെന്താണോ ചെയ്തത്, പ്രവർത്തിച്ചത്, അവരെക്കാൾ മുൻകടക്കാൻ ഒരിക്കലും പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ അവരെക്കാൾ മുൻകടക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. പക്ഷെ അവരൊരിക്കൽ പോലും ഒരു റബീഉൽ അവ്വലിൽ പോലും അതിൻ്റെ പേരിൽ, നബിയുടെ ജന്മദിനത്തിൻ്റെ പേരിൽ നബിദിനം കഴിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പറയണമല്ലോ, ഉണ്ടെങ്കിൽ അത് പറയാമല്ലോ. എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ചവരാണ് മഹാന്മാരായ ഇമാമിങ്ങൾ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഹനഫി ഇമാം, ഹംബലി ഇമാം, മാലിക്കി ഇമാം, എത്രയോ കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥങ്ങളൊക്കെ ഇസ്ലാമിക ലോകത്ത് അവർ രചിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരവരി ഈ ജന്മദിനത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കണം. അത് പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഹുബ്ബ് കൊണ്ടാണ്. നമുക്കാണ് ഹുബ്ബ്. കാരണം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ എങ്കിൽ ഞാൻ അതിലില്ല. അതാണ് പ്രവാചകനോടുള്ള സ്നേഹം, ഇത്തിബാ. പ്രവാചകൻ ചെയ്തത് ചെയ്യും, പ്രവാചകൻ വിലക്കിയത് ഞാൻ ഒഴിവാക്കും. അല്ലെ, ഒരു സഹാബി മോതിരം അണിഞ്ഞു, സ്വർണത്തിൻ്റെ മോതിരം അണിഞ്ഞത് കണ്ടപ്പോൾ പ്രവാചകൻ ഒരു വലിച്ചെറിഞ്ഞു. അത് നമുക്ക് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു. ആണുങ്ങൾക്ക് ഹറാമാണ് സ്വർണം ധരിക്കുക എന്ന്.
പ്രവാചകൻ അങ്ങ് പോയി. കുറച്ച് ആളുകൾ വന്നിട്ട് ആ മോതിരം എടുത്തുകൂടെ, എടുത്തുകൂടെ എന്ന് പറഞ്ഞു. പ്രവാചകൻ വേണ്ടാന്ന് വെച്ചത് എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. നോക്കുക, അതാണ് സ്നേഹം. പ്രവാചകന് ഇഷ്ടമില്ലാത്തത് അതല്ലെങ്കിൽ ദീനിന് എതിരാകുന്നത് ചെയ്യാൻ ഞാനില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളത് പ്രവാചകനോടുള്ള ഹുബ്ബാണ്, സ്നേഹമാണ്. അപ്പോൾ ആ വിധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം, ഉൾക്കൊള്ളാൻ സാധിക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജന്മദിനവാദികൾ, ബർത്ത്ഡേ ആഘോഷക്കാർ പറയുന്നത് ഞങ്ങൾ മദ്ഹല്ലേ പറയുന്നത് എന്ന്. ഞങ്ങൾ പ്രവാചകന്റെ മദ്ഹല്ലേ പാരായണം ചെയ്യുന്നത്. അത് തെറ്റാണോ? അത് ശിർക്കാണോ? അത് ശിർക്കാകുമോ? ഒരിക്കലും ശിർക്കല്ല. പ്രവാചകന്റെ മദ്ഹ് പറയാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് കവിതകൾ പാടിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു പാടിയിട്ടുണ്ട്. പ്രവാചകൻ അതിന് സമ്മാനവും നൽകിയിട്ടുണ്ട്. എത്രമാത്രം പ്രവാചകനെ പുകഴ്ത്താമോ നമുക്ക് പുകഴ്ത്താം. പക്ഷെ ഒരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, പ്രവാചകൻ പറയാത്തതോ പ്രവർത്തിക്കാത്തതോ പ്രവാചകന്റെ സ്ഥാനത്തിന് യോജിക്കാത്തതോ ആയ ഒന്നും പറയാൻ പാടില്ല, പാടാനും പാടില്ല. പ്രവാചകനെ പുകഴ്ത്താം, പക്ഷേ പ്രവാചകന്റെ ആ സ്ഥാനത്തേക്കാൾ അള്ളാഹു നിശ്ചയിച്ച് വെക്കപ്പെട്ട പ്രവാചകനൊരു സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനത്തിനപ്പുറം പ്രവാചകനെ ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പാടില്ല. പ്രവാചകൻ തന്നെയും അങ്ങനെ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അണികളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വിലക്കിയിരുന്നു. അത് അവിടെ നിർത്താൻ പറഞ്ഞു. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയും പുകഴ്ത്താം, പക്ഷേ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് മദ്ഹിന്റെ പേരിൽ പ്രവാചകൻ പറയാത്തതോ പഠിപ്പിക്കാത്തതോ ആയ കാര്യങ്ങൾ ആർക്കും പാടാനോ പറയാനോ പാടില്ല. അത് പ്രവാചകന്റെ പേരിൽ കളവ് പറയലാണ്. മൻ കദബ മുതഅമ്മിദൻ ഫൽയതബവഉ മഖ്അദഹു മിനന്നാർ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആരെങ്കിലും എൻ്റെ പേരിൽ കളവ് ആരോപിച്ചാൽ, കള്ളം കെട്ടിപ്പറഞ്ഞാൽ, ഫൽയതബവഉ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ. അവൻ നരകത്തിലാണവൻ. പ്രവാചകൻ പറയാത്ത കാര്യം പ്രവാചകന്റെ പേരിൽ ആരോപിക്കുക, ആ രീതിയിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, ഇതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. എന്നാൽ ഈ മദ്ഹിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ കുറെ കിതാബുകൾ വിരചിതമായിട്ടുണ്ട്, രചിക്കപ്പെട്ടിട്ടുണ്ട്. മദ്ഹിന്റെ പേരിൽ കുറെ മൗലൂദ് കിതാബുകൾ നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യുന്നു. മങ്കൂസ് മൗലൂദ്, ബർസഞ്ചി മൗലൂദ്, ജാല മുഹമ്മദ് മൗലൂദ്, അങ്ങനെ കുറെ മൗലൂദുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാടുന്നത് കാണാം. സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയുമോ? ഈ പാടുന്നവർക്ക് അതിൻ്റെ അർത്ഥം അറിയുമോ? എന്താണ് ആ പാടുന്നത്? അറബിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രവാചകന്റെ പേരിൽ പാടി പറയുന്നത്? വല്ലതും അറിഞ്ഞിട്ടാണോ? അർത്ഥമറിഞ്ഞിട്ടാണോ? ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളാണ്, വരികളാണ് ഈ പാടി ചൊല്ലുന്നത്. ഇസ്ലാമിൽ നിന്ന് ഔട്ടാവും, ഇത് ചൊല്ലി ഔട്ടാവും. ആ രീതിയിലാണ് പറയുന്നത്. പക്ഷെ അർത്ഥം അറിഞ്ഞുകൂടാ. ഇത് പുണ്യം ആണ്, നല്ലതാണ്, പുണ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ചൊല്ലുന്നത്. ഇപ്പോ മങ്കൂസ് മൗലൂദിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറൻ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. മൗലൂദ്, ഈ മങ്കൂസ് മൗലൂദിന്റെ തുടക്കം ഇത് പറഞ്ഞിട്ടാണ്. എന്താണ് അതിന്റെ അർത്ഥം?
റബീഉൽ അവ്വൽ മാസത്തിൽ നേർമാർഗ പ്രവാചക ചന്ദ്രനെ ഉദിപ്പിക്കുകയും ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നബിയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും അതിനെ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തവൻ എത്രയോ പരിശുദ്ധൻ. നമ്മളിപ്പോ സാധാരണ സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് എങ്ങനെയാ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു എന്ന് പറഞ്ഞിങ്ങനെ പോവാണ് ആയത്ത്. അതേപോലെ ഒരു തുടക്കമാ. ഇത് ചൊല്ലുന്ന വലിയ ഭക്തിയോടുകൂടിയാ ചൊല്ലുന്നത്. എന്താണ്? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ എന്ന് പറഞ്ഞപ്പോൾ ഭക്തിയോടുകൂടിയാണ്, തഖ്വയോടുകൂടിയാണ് ഇരുന്ന് ചൊല്ലുന്നത്. പക്ഷെ ഇതെന്താണ്? ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നബിയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും അതിന് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തവൻ എത്രയോ പരിശുദ്ധൻ. ഇത് കളവാണ്, ഇത് കളവാണ്, ശുദ്ധമായ കളവാണ്. അങ്ങനെ ഇത് ആര് പറഞ്ഞു അങ്ങനെയാണ് എന്ന്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ പ്രകാശത്തെയാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്ന് ആര് പറഞ്ഞു? ഖുർആനിലുണ്ടോ? ഖുർആൻ നമ്മൾ എടുത്തു വെച്ച് നോക്കൂ. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അങ്ങനെ ഒന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇമാമ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നല്ല പൂർവികരായ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച ആ മഹാന്മാരായ പണ്ഡിതന്മാർ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് പഠിപ്പിക്കുകയാണ്. ഈ സമസ്തയുടെ മദ്രസയിലെ 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പോലും കുട്ടികളെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നും പിന്നീട് ആ പ്രകാശം കൊണ്ടാണ് ഈ ലോകത്തെ ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത് എന്നും പഠിപ്പിക്കുന്ന കളവ് കുട്ടികളെ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ആരിത് പറഞ്ഞു? ഇത് ചോദിച്ചാൽ പറയും സുനന് അബ്ദുറസാക്കിലുണ്ട്, സുനന് അബ്ദുറസാക്കിലുണ്ട്. എന്നാ സുനന് അബ്ദുറസാക്ക് നോക്കാം. സുനന് അബ്ദുറസാക്ക് നോക്കാൻ നിന്നാലോ എവിടെയും കാണില്ല. അങ്ങനെ ഒരു വരി സുനനു അബ്ദുറസാക്ക് കാണുകയില്ല. അപ്പോൾ കാണില്ല, ഇല്ലല്ലോ എന്ന് പറഞ്ഞാലോ ഉണ്ടായിരുന്നു. അബ്ദുറസാക്കിൽ നിന്ന് ചില ഹദീസുകൾ നഷ്ടപ്പെട്ടു പോയി, പിന്നീട് അത് ഇന്ത്യയിൽ നിന്ന് ആണ് കണ്ടെടുത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. കളവാണത്, ശരിക്കും ശുദ്ധമായ കളവാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അബ്ദുറസാക്കിലില്ല. പിന്നെ ഇത് പ്രവാചകന്റെ പേരിൽ ഈ ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് പാടി പറയുന്നു എന്ന് മാത്രം. എന്തെല്ലാം കളവുകളാണ് പറയുന്നത്. നബിയുടെ പ്രകാശം കൊണ്ടാണ് ഈ ലോകം തന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ പേരിൽ കളവ് പറയുക. അപ്പൊ ഇത് നമ്മൾ ചൊല്ലണോ? ഈ കളവ് നമ്മൾ പാടണോ? അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണത്, ഇസ്ലാം പഠിപ്പിക്കാത്ത. ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ്? ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് അവന്റെ അർശാണ്. ആദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് ജനിക്കുന്നത്? അപ്പൊ പ്രകാശത്തിന്റെ സന്തതിയായിട്ടാണോ? അങ്ങനെയാണോ അറിയപ്പെടുന്നത്? മുഹമ്മദ് ഇബ്നു നൂർ എന്നാണോ പറയുന്നത്? നൂർ പ്രകാശത്തിന്റെ മകൻ മുഹമ്മദ് എന്നാണോ? അല്ലല്ലോ, മുഹമ്മദ് ഇബ്നു അബ്ദുള്ള അല്ലേ? അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ടല്ലേ ജനിച്ചത്? മനുഷ്യവർഗമല്ലേ അവർ? മനുഷ്യവർഗത്തിൽ നിന്നല്ലേ ആദ്യമായിട്ട് സൃഷ്ടിച്ചത്? മനുഷ്യവർഗത്തിൽ നിന്നും ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ
ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. മിൻ സൽസാലിൻ കൽ ഫഖാർ, കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദ്യം സൃഷ്ടിച്ചത് അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കൃത്യമായിട്ട് ഖുർആനാ പറയുന്നത്. അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഖുർആൻ പറയുന്നതല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്, അതല്ലേ വിശ്വസിക്കേണ്ടത്. അതല്ലാതെ ഈ മാലപ്പാട്ടുകാരനും ഇതേപോലെ കെട്ടിയുണ്ടാക്കിയ വ്യാജ പാട്ടുകളിലുമാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് സഹോദരങ്ങളെ? അതേപോലെ ആ മൗലൂദ് കിതാബ് അങ്ങനെ അത് പറഞ്ഞു, പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ പറയുന്നത് എന്താണ്? അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം, ആ പ്രകാശം കൊണ്ടാണ് ആദം അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തത്. തെറ്റ് ചെയ്തപ്പോഴേ അങ്ങനെയാണോ? ആദം നബി തെറ്റ് ചെയ്തപ്പോൾ ഖുർആനിൽ വ്യക്തമല്ലേ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നു. ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് ഈ പ്രകാശത്തെ തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് പറഞ്ഞ് ചൊല്ലി പാടുകയാണ്. ഇത് കളവല്ലേ? ഇതാണോ നമ്മൾ ചൊല്ലേണ്ടത്? അതാ പറഞ്ഞത്, ഇത് പുറത്തു പോകുന്ന കാര്യമാണ്. മദ്ഹ് അങ്ങനെ പിന്നെ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഔട്ടായി പോകുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ലല്ലോ. അപ്പൊ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഈ പാവം കൗമ് ഇത് ചൊല്ലി നടക്കുന്നത്. അങ്ങനെ ഉസ്താദ് വിളിച്ച് വട്ടത്തിൽ കൂട്ടിയിരുത്തി ഒരു മൈക്ക് ഓൺ ചെയ്ത് നാട്ടുകാരെ മുഴുവനും കേൾപ്പിച്ച് നല്ല നബിദിനം, അസലായ നബിദിനം എന്നും പറഞ്ഞ് ചൊല്ലുകയാണ്. വാസ്തവത്തിൽ എന്താണ് ഈ പറയുന്നത്? ഖുർആനിനെതിരെ, ഹദീസിനെതിരെ, പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരെ അങ്ങനെ ചൊല്ലുകയാണ്. പിന്നെ പറയും വസ്തവാസ ബിഹി നൂഹ്, ആ പ്രകാശം കൊണ്ടാണ് നൂഹ് നബി ഇസ്തിഗാസ ചെയ്തത് അള്ളാഹുവിനോട്. പിന്നെ വകാന ഫീ സുൽബി ഇബ്രാഹിം, ആ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഈ കൗമിനെ പഠിപ്പിക്കുകയാണ്, പറഞ്ഞു പാടി പുണ്യത്തിന് വേണ്ടി ചൊല്ലിക്കുകയാണ്. അങ്ങനെയാണോ? അതും ഖുർആനിലില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിലെറിയപ്പെട്ടപ്പോൾ ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, നാം പറഞ്ഞു യാ നാറു, ഏ തീയെ, ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമേകുക. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കളവ് കെട്ടിപ്പോകും. പിന്നെ പാട്ട് തുടങ്ങുന്നതൊക്കെയോ അസൽ പ്രവാചകനോട് ഇങ്ങനെ പറയുകയാണ്. നല്ല ഈണത്തിൽ പാടുന്ന മുസ്ലിയാരൊക്കെ ആണെങ്കിൽ അങ്ങ് അടിച്ചുകൊടും. ഇത് കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ കൗമിനത് മതി, എത്ര നല്ല ബൈത്ത് എന്നൊക്കെ പറഞ്ഞ് അല്ല ആ ഈണവും ട്യൂണും ഒക്കെ കേട്ട് അവരതിനകത്ത് മയങ്ങി വീഴുകയാണ്. ശരിക്കും എന്താണ്? നിന്റെ വിശ്വാസം തകർന്നു പോയി. ഇർതകബതു അലൽ ഖത്വ, ഞാനിതാ തെറ്റുകളിൽ കയറിപ്പോയി, ഞാൻ തെറ്റുകളിൽ എന്ന വാഹനത്തിൽ കയറിപ്പോയി. ഇർതകബതു, റക്കിബ എന്ന് പറഞ്ഞ വാഹനം കയറുന്നതിന്, ഇർതകബതു അലൽ ഖത്വ, തെറ്റാകുന്ന വാഹനത്തിൽ. അതിന് മലയാളത്തിൽ പാട്ടുണ്ട്, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലുണ്ട്. അപ്പം ഇതിങ്ങനെ പാടുകയാണ്. എന്താണ്? അതുകൊണ്ട് ലക ആശിഖു ഫീഹിയ, നബിയെ അങ്ങയോട് ഞാൻ അന്യായം ബോധിപ്പിക്കുന്നു. സയ്യിദി ഖൈറൻ നബി, ഈ നബിമാരിൽ ഉത്തമനായ നബിയെ. ആരോടാണ് പാപം പൊറുക്കലിനെ തേടുന്നത്? അങ്ങയോട്, നബിയോട് തേടുകയാണ്. നബി സ്വഹാബത്തിനെ പഠിപ്പിച്ചത് എന്താ? നമ്മൾ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പേ നമസ്കാരത്തിലെ അവസാന ദുആകളൊക്കെ എന്താണ്? അവസാനം നമ്മൾ അത്തഹിയ്യാത്തിലെ അവസാനം ഇരുന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? റബ്ബി ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറം,
വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി വഅൻത ഖൈറുർ റഹീമീൻ. അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ ഞാൻ ഒരുപാട് തെറ്റുകൾ, ദുൽമൻ കസീറ, ധാരാളം തെറ്റുകൾ ചെയ്തു പോയി. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപം പൊറുക്കുന്നവനില്ല. ഇത് നബി പഠിപ്പിച്ച് തന്ന നമസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ ഉള്ളതാ. എന്നിട്ട് ചെയ്യുന്നതെന്നോ, ഈ മദ്ഹിന്റെ പേരിൽ നബിയെ പുകഴ്ത്തുക എന്നതിൻ്റെ പേരിൽ അതങ്ങനെ ചൊല്ലുകയാണ്. പിന്നെ ഇനിയും വേറെ കിതാബുകളിലൊക്കെ ഉണ്ട്. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിക മിൻ ജഹന്നമ ഫീ വദി. യാ റബ്ബി സല്ലി അലൻ നബി, അസ്സലാത്താണ്. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി, അസ്സലാത്ത് കുറ്റമില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? മുൻജിൽ ഖലായിക മിൻ ജഹന്നമ ഫീ വദി, നാളെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നത് താങ്കളാണ്. നരകത്തിൽ നിന്നും കാക്കുന്ന നബിയെ, താങ്കൾ എന്നെ രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. മകളെ വിളിച്ചുകൊണ്ട് നബി എന്താ പറഞ്ഞത്? യാ ഫാത്തിബത്തു ബിന്തു മുഹമ്മദ്, ഏ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, അങ്കിദി നഫ്സക്കി മിനന്നാർ, നീ നിന്റെ തടി നരകത്തിൽ നിന്നും കാത്തോണേ. വലാഊനി അങ്കി മിനല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല മോളെ. സ്വന്തം മകളോട് പറഞ്ഞതാണ്. നീ എൻ്റെ സമ്പത്തിൽ നിന്ന് പൈസ എന്തോ വേണമെങ്കിലും ബാപ്പ തരാം, ചോദിച്ചോളൂ. സലീമി മാലി മാഷീത്തി, നീ ഉദ്ദേശിച്ചെല്ലാം ചോദിച്ചോ, ഞാൻ തരാം. വലാകിൻ, പക്ഷേ വലാഊനി അങ്കി മിനല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല മോളെ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നബിയെ വിളിച്ചിട്ട് ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ഇത് ഉള്ള കാര്യമാണോ? ഇതിന് കൂലി കിട്ടുമോ? കൂലിയാണോ കുറ്റമാണോ? ഇത് കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഇത്തരം കാര്യങ്ങൾ ഒക്കെ നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബിയുടേതായ ഒരു പ്രത്യേകതയുണ്ട്. നബിയായിരുന്നു. പക്ഷെ ആ നബിയോട് പോലും അള്ളാഹു പറഞ്ഞത് എന്താ? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷെ ഇന്ന് ഈ കൗമിന്റെ ഇടയിൽ ഈ ആയത്ത് പറഞ്ഞാൽ നമുക്ക് തല്ലി കിട്ടും. കൗമ് പറയുന്നത് അങ്ങനെ സാധാരണ മനുഷ്യനല്ലേ പ്രവാചകൻ മനുഷ്യൻ. മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചില്ലേ, മാലിഹാദർ റസൂൽ, ഇതെന്ത് പ്രവാചകനാണ്? യഅ്കുലു ത്വആം, ഭക്ഷണം കഴിക്കുന്നു, വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്നു. ഇതാണോ അവർ വിചാരിച്ച വേദയാണ്. അവർ വിചാരിച്ചത് ഈ പ്രവാചകൻ അങ്ങനെയൊന്നും ആകില്ല എന്ന്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നല്ലേ അള്ളാഹു തെരഞ്ഞെടുത്തത് പ്രവാചകനെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. പ്രവാചകനോട് മക്കയിലെ ആളുകൾ ചോദിക്കുന്നുണ്ട്, നബിയെ ഞങ്ങൾ വിശ്വസിക്കാം, നീ ഞങ്ങൾ നോക്കി നിൽക്കുക, ആകാശത്തിലോട്ട് കയറി പോകണം, എന്നിട്ട് അവിടെ നിന്ന് ഒരു കഷണങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കാണിക്കണം, ഏണി വെച്ച് കയറി പോകണം, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഒരു മലർവാടി വിരിയിക്കണം. ഈ മരുഭൂമിയിൽ ഈ പിന്നെ കുറേ ഈത്തപ്പന തോട്ടങ്ങളും നടുക്കുകൂടെ പിന്നെ അരുവികൾ ഒഴുകുന്ന പിന്നെ ആ നദിയും നീ കാണിക്കണം, മലർവാടി വിരിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി എന്താ പറഞ്ഞത്? ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ് എന്നാ പറഞ്ഞത്. നബി എത്രയോ പ്രയാസം, പട്ടിണി സഹിച്ചില്ലേ, വേദന സഹിച്ചില്ലേ, ത്വായിഫിൽ ചെന്നപ്പോൾ കല്ലെറിഞ്ഞു ആട്ടിയില്ലേ പ്രവാചകന്. എന്നിട്ട് ഒരു മരത്തണൽ വന്ന് വിശ്രമിക്കുകയാണ്, ചോര ഒഴുകുകയാണ്, മുഖത്ത് നിന്ന് ചോര ഒഴുകുകയാണ് പ്രവാചകൻ. ആ സമയത്ത് മലക്ക് വന്ന് പറയുന്നുണ്ട്, അള്ളാന്റെ ഓർഡറുണ്ട്, എന്താണ്? ആ നാടിനെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിന്റെ ഓർഡറുണ്ട്, കൽപ്പിച്ചാലും പറഞ്ഞാലും. നബി എന്താ പറഞ്ഞത്? അള്ളാഹുവേ, ഇന്നഹും, അവർ അറിവില്ലാത്തവരാണ്, അള്ളാഹുവെ അവർക്ക് നീ പുറത്തു കൊടുക്കാൻ. അവർ നോക്കൂ, ഉഹുദ് യുദ്ധത്തിൽ പല്ലുപോയി പ്രവാചകന്റെ, മനുഷ്യനല്ലേ ഇത്? ഈ കൗമിനെ ഈ പണ്ഡിതന്മാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഏതോ അങ്ങ് ഉയർത്തി അങ്ങ് പ്രവാചകനെ കൊണ്ടുപോവുകയാണ്.
ഏതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ CM വലിയുള്ള കോഴിക്കോട്ടുകാരൻ CM-നെ പറഞ്ഞ് എവിടെ എത്തി? നിങ്ങളെല്ലാവരും കേട്ട് കാണും. പടച്ചവനാണ് CM. ആരാണ് CM എന്ന് ചോദിച്ചാൽ പറഞ്ഞോളിൻ, CM ആണ് ഞങ്ങളുടെ പടച്ചോൻ. ആണോ? ഞങ്ങളുടെ പടച്ചോൻ CM ആണോ? എന്നിട്ട് ഈ പണ്ഡിതന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല എന്ന് ഈ പണ്ഡിതന്മാരാണ് പറഞ്ഞ് ഈ കൗമിനെ കൊണ്ട് പാടിച്ചത്. വിമാനം അപകടത്തിൽപ്പെട്ടാൽ CM എന്ത് ചെയ്തു? ആ വിമാനം താങ്ങി ഞങ്ങളെ രക്ഷിച്ചു. വിമാനം വേറൊരു എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഇവിടെയാണ് ഇഷ്ടം, ഞാൻ CM-ന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയപ്പോൾ അതാ നോക്കുമ്പോൾ CM വന്ന് വിമാനത്തിന്റെ മുന്നിൽ അവിടെ ഇറക്കി. ഇതൊക്കെ ഈ പണ്ഡിതന്മാർ തട്ടിവിടുന്നതാണ്. ഇത് കേട്ട് വിശ്വസിച്ചു ഈ കൗമ്. അപ്പോൾ പാട്ടും പാടി. അത് ഏതാണ്ട് നോക്കുമ്പോൾ വിശേഷണങ്ങളെല്ലാം ഒത്തു നോക്കുമ്പോൾ അള്ളാന്റെ ഗുണം തന്നെയാണ്. അപ്പൊ CM തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് മാറി. അപ്പൊ സഹോദരങ്ങളെ, ഇത് മദ്ഹാണ്. ഇതിനെ മദ്ഹ് എന്ന് പറയാൻ പറ്റുമോ? മദ്ഹ് പാടിക്കോ? പ്രവാചകന്റെ പേരിൽ എത്രയും പാടാം, പ്രവാചകന്റെ പേരിൽ എത്രയും ഉള്ളതേ ആകാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പ്രവാചകൻ പറയാത്ത, പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. യഥാർത്ഥ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് അതിര് വിട്ടുള്ള വർത്തമാനമോ പ്രവർത്തനങ്ങളോ നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. അഹ്ലുൽ കിതാബുകാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ, മതത്തിൽ അതിര് വിടരുത്, അതിര് കവിയാൻ പാടില്ല എന്ന് അഹ്ലുൽ കിതാബുകാരോട് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ സൂറത്ത് നിസായിൽ അള്ളാഹു പറയുകയാണ്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ സത്യമല്ലാതെ ഒന്നും പറയരുത്. നമ്മൾ പറയുമ്പോൾ അത് സത്യമായിരിക്കണം. അഹ്ലുൽ കിതാബുകാരുടെ കാര്യം അറിയാമല്ലോ നമുക്ക്. അവർ പറഞ്ഞു ഈസാ നബിയെ പറഞ്ഞു അവർ ഈസാ നബി തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്നിടത്തേക്ക് അവർ എത്തിച്ചേർന്നു. ഈസാ നബിയെ പുകഴ്ത്തി ഇപ്പോഴും അവരുടെ വിശ്വാസം എന്താ? മനുഷ്യരൂപത്തിൽ വന്നു എന്നാണ്. ദൈവം മനുഷ്യരൂപത്തിൽ വന്നു, അതാണ് പിന്നെ ഈസാ നബി എന്ന് പറയുന്നത്. അവരങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, ലാ തത്റൂനി കമാ അത്റത്തി നസാറ ഇബ്നു മറിയം, ഇബ്നു മറിയമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഫഇന്നമാ അന അബ്ദുഹു, തീർച്ചയായും ഞാൻ അവന്റെ ദാസൻ മാത്രമാകും. ഫഖൂലു, നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വറസൂലി, എന്നെ സംബന്ധിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ റസൂലും എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ഇത് പ്രവാചകൻ പറഞ്ഞതാണ്. ഒരിക്കൽ ബദർ യുദ്ധത്തിലെ പങ്കെടുത്തവരെ കുറിച്ച് പെൺകുട്ടികൾ അവരെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് പാടുകയാണ്. ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ സംബന്ധിച്ച് ഇങ്ങനെ പാടുകയാണ്. ആ സമയത്താണ് പ്രവാചകൻ കടന്നു വരുന്നത്. ഈ പ്രവാചകൻ കടന്നു വരുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടികൾ പാട്ടിൻ്റെ ലൈനൊന്ന് മാറ്റിപ്പിടിച്ചു. എന്തു പറഞ്ഞു? ഞങ്ങൾക്കൊരു നബിയുണ്ട്, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങൾക്കൊരു നബിയുണ്ട്, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന നബി. ഞങ്ങൾക്ക് ഒരു നബിയുണ്ട്, യഅലമു, അറിയും,
മാഫി ഗദീൻ, നാളെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൂതൻ ഞങ്ങൾക്കുണ്ട് എന്ന് പാടിയപ്പോൾ ദഈ, പ്രവാചകൻ ഇടപെട്ടു. അവിടെ ദഈ, നിർത്തൂ, അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ നേരത്തെ പാടിയത് പാടുക, ഇത് പാടണ്ട, എൻ്റെ പേര്. അങ്ങനെ ഉള്ള നാളത്തെ കാര്യം അറിയുന്നവനാരാ? അള്ളാഹു മാത്രമാണ് എന്ന് പാടാനാ പറഞ്ഞത്. നോക്കുക പ്രവാചകൻ ഇടപെടുന്ന സന്ദർഭങ്ങൾ. അപ്പൊ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവാചകനോ അല്ലെങ്കിൽ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനോ പാടാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ളത്. ഈ പ്രവാചകന്റെ ജനിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ എന്തു സംഭവിച്ചു? പ്രവാചകൻ ജനിച്ചപ്പോൾ ലോകത്തുള്ള ഭൂമുഖത്തുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി, സാവാ തടാകം വറ്റിവരണ്ടു. അതേപോലെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന എന്താണ് അഗ്നികുണ്ഡം പൊലിഞ്ഞുപോയി എന്നൊക്കെ പറയുന്നു. ആര് പറഞ്ഞു? ഇതാര് പറഞ്ഞു? എവിടെ പറഞ്ഞു? അങ്ങനെ അഡ്രസ്സില്ല. ആര് പറഞ്ഞു? എവിടെയില്ല. ഇങ്ങനെ മൗലൂദ് കിതാബുകൾ ഇങ്ങനെയൊക്കെ പല സ്ഥലത്തുമൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഖുർആൻ ബിംബങ്ങൾ തലകുത്തിയെന്നോ ഒന്നുമില്ല. നമ്മളിങ്ങനെ കേൾക്കാൻ രസമുണ്ട്. അതേപോലെ തന്നെ പ്രവാചകന്റെ പ്രകാശത്തെ സംബന്ധിച്ച് ഒരു മൗലൂദിൽ ഇങ്ങനെ ഒരു വരി ഉണ്ട്, ഒരു കഥ. എന്താണ്? ഈ ആയിഷ റളിയല്ലാഹു അൻഹ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ വസ്ത്രം തുന്നുകയാണ്. അപ്പൊ ആ വെളുപ്പാങ്കാലമാണ്, നമ്മൾ ഈ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയം. അപ്പോ ആ സൂചി കാണാതെ പോയി, വിളക്ക് അണഞ്ഞും പോയി. ഇത് കഥയാണ്. വിളക്കണഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ കയറി വന്നു. പ്രവാചകന് പ്രകാശമുണ്ടായിരുന്നു അറിയിക്കാൻ വേണ്ടിയാണ് ഈ കഥ ഉണ്ടാക്കുകയാണ്. പ്രവാചകൻ കയറി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സൂചി കാണാനും പറ്റി. ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചുപോയി എന്ന ഒരു ചിരിയും കൊടുത്തു. അവിടെ എഴുതി പിടിപ്പിച്ചിരിക്കും ഒരു ചിരി, ഒരു കഥ വേണമല്ലോ, ഒരു എന്ത് വേണമല്ലോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എന്നെ കാണാത്തവന് നാശം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ അതാരാണ്? എന്നെ കാണാത്തവൻ ആരാണ്? പ്രവാചകനെ കാണാത്തവൻ ഖിയാമത്ത് നാളിൽ ആരാണ്? അവൻ പിശുക്കനാണ്. അപ്പം അതാരാണ് പിശുക്കൻ? ആരാണ് അത്? എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണ് പിശുക്കൻ. അല്ലേ? എല്ലാം കൂടെ ആയില്ലേ? ഇതുപോലുള്ള കുറേ കഥകൾ, ഇതൊക്കെ അറബിയിലായതുകൊണ്ട് ഈ കൗമിനറിയില്ല. പിന്നെ പ്രവാചകനോടുള്ള മുഹബത്ത് കൊണ്ട് ഇതും അതിനപ്പുറവും ചെല്ലാനും ഇവർ റെഡിയുമാണ്. ഇത് അങ്ങനെയാണോ? പ്രവാചകൻ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കണമായിരുന്നു. എത്രയോ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു. പിന്നെ പട്ടിണി ആയതുകൊണ്ട് ഒരുപാട് ആ രീതിയിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട്. വിളക്ക് കത്തിക്കാൻ പോലും എണ്ണ വേണമല്ലോ, അത് എണ്ണയില്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പ്രവാചകൻ കുറെ സഹിച്ചിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. 3 മാസം വീട്ടിൽ സ്ഥിരമായിട്ട് ഭക്ഷണം പാകം ചെയ്യാറില്ലായിരുന്നു. എന്താ അങ്ങനെയാണെങ്കിൽ ഈ പ്രകാശവും ഇതെല്ലാം പറഞ്ഞ നബിക്ക് ഇങ്ങനെ കാണിച്ചാൽ പോരെ? ആകാശത്തുനിന്ന് ഇങ്ങനെ എടുത്താൽ പോരെ? അല്ലെ? ഈ മാജിക്കുമാർ ചെയ്യുന്ന പോലെയൊക്കെ ഇങ്ങനെ എടുത്താൽ പോരെ? എടുത്തു കൊടുത്താൽ പോരെ? അത് ചില സന്ദർഭങ്ങളിൽ അള്ളാഹു കൊടുക്കുന്ന ഇതാണ്. പ്രവാചകൻ മനുഷ്യനായിരുന്നു. വൃത്തിയാക്കാൻ മലമൂത്ര വിസർജനത്തിന് പ്രവാചകൻ ദൂരെ പോയിരുന്നു, മാറിപ്പോയിരുന്നു. എന്നിട്ട് എന്തെല്ലാം അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറയുന്ന? ആളുകൾ കേട്ടാൽ പുച്ഛിക്കുന്ന തരത്തിൽ, മറ്റുള്ളവരെ കേട്ടാൽ പുച്ഛിച്ചു പോകുന്ന തരത്തിലുള്ള വർണ്ണനകൾ, ഇല്ലാത്ത വർണ്ണനകളൊക്കെയാണ് ഈ കൗമിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം ഉള്ളവർ നമ്മളാണ്. കാരണം പ്രവാചക സ്നേഹികളൊക്കെ എല്ലാം മടക്കി വെച്ച് വീട്ടിൽ പോയി. അവർ ഇങ്ങനെ റബീഉൽ അവ്വൽ വരുമ്പോൾ എവിടെന്നെങ്കിലും ഒരു മരം വെട്ടി കൊണ്ടുവന്ന് അപ്പോൾ ഉസ്താദ് ചോദിക്കും, നിങ്ങളൊക്കെ ആരാണെന്ന്. അതാണ് അവസ്ഥ. നിങ്ങളൊക്കെ ആരാണ്? പുതിയ ആളുകളെയാണല്ലോ കാണുന്നത് എന്ന് പറയും. പ്രവാചക സ്നേഹികളാ. നിസ്കാരത്തിന് ഉസ്താദ് ചോദിക്കണമെങ്കിൽ ഇവർ പള്ളിയിൽ വരണ്ടേ? ആ ദിവസത്തിൽ മാത്രം വന്നിട്ട് ഒരു ഇതും ബിരിയാണിയും തീറ്റിയും അതെല്ലാം കഴിഞ്ഞിട്ട് പോയി. ഇനി അടുത്ത റമദാനിൽ, അടുത്ത റബീഉൽ അവ്വലിൽ. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. യഥാർത്ഥ സുന്നത്തിനെ പിൻപറ്റുന്നവർ നമ്മളാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങളും
പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് കാര്യങ്ങൾ, സുന്നത്തിൻ്റെ വിഷയത്തിലൊക്കെ നമ്മളാണ് മറ്റുള്ളവരെക്കാൾ. പക്ഷെ നമ്മൾ ആരാണ്? ബുദ്ധംവാദികളെന്നും വഹാബികളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അകറ്റി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ അല്ലാഹുമ്മ അരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.